ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി സാധനമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ചെമ്മീനൊക്കെ എത്രയോ പ്രാവശ്യം വാങ്ങി വെറുതെ കറിയൊക്കെ വെച്ച് കഴിച്ച്. എന്നാൽ ഈ ഒരു ഐഡിയ ഇതുവരെ തോന്നിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ ഒരു മെനക്കെടും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സാധനം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും, കണ്ടു നോക്കണേ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. വലിയ ടൈപ്പ് ചെമ്മീനാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. ഒരു 300 ഗ്രാം ഉണ്ട്. ഒരു അര കിലോളം ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ തലയും വാലൊക്കെ പോക്കി ഉള്ളിലുള്ള ആ ഒരു വെയിനൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് ഒന്നിനെ 2, 3 ഒക്കെ ആക്കിയിട്ട് മുറിച്ചിട്ടുമുണ്ട് കേട്ടോ. മുറിക്കണമെന്നൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഈസിയാണ്. ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം മൊത്തത്തിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഒറോട്ടി പൊടിയാണ് കേട്ടോ. ഒറോട്ടി പൊടി എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. പുഴുങ്ങലരി പൊടി പൊടിപ്പിച്ച് വറുത്ത് കൊണ്ടുവരുന്ന സാധനമാണ് ഈ ഒരു ഒറോട്ടി പൊടി എന്ന് പറയുന്നത്. അതിപ്പം പല ബ്രാൻഡിൽ പാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇതിനിപ്പോൾ അങ്ങ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചരിപ്പൊടി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒറോട്ടിപ്പൊടിയാണ് എടുത്തത്. ഇതിപ്പോൾ ഒരു 2.5 കപ്പാണ് ഞാനിപ്പോൾ എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ, രണ്ടോ അല്ലെങ്കിൽ ഒരു 3 ആൾക്കാരൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു 2 കപ്പൊക്കെ മതിയാവും കേട്ടോ. 1 കപ്പ് അല്ലെങ്കിൽ 2 കപ്പൊക്കെ മതിയാവും. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചൂടുള്ള വെള്ളമോ എങ്ങനെ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കട്ടോ. അധികം ചൂടുള്ള വെള്ളം ഒഴിക്കേണ്ട, ഒരു ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചാലും നല്ലത് തന്നെയാണ്. ഞാനിവിടെ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. വെള്ളത്തിന് അങ്ങനെ നമുക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. നമുക്ക് കുഴച്ചെടുക്കാൻ എത്ര വെള്ളം വേണം അതിനനുസരിച്ച് നമ്മൾ കുഴച്ചെടുക്കണം, വെള്ളം ഒഴിക്കണം. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഞാൻ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. നമുക്ക് കൈ വെച്ചിട്ട് ഈ ഒരു മാവിനെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 4.5, 5 കപ്പോളം എനിക്കിവിടെ ആവശ്യം വന്നു കേട്ടോ വെള്ളം. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് ഇങ്ങനെ ഉരുട്ടിയാനൊക്കെ പറ്റുന്ന ഒരു പാകത്തിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു സ്റ്റീമറിലേക്കാണ് ഇത് ഉരുട്ടിയിട്ട് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തു കേട്ടോ. ഒരു എണ്ണമയം വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെളിച്ചെണ്ണ തേച്ചാണ്. അതിന് ശേഷം കയ്യിലും കുറച്ച് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടുക. എന്നിട്ട് ഈ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഈ ഒരു മാവുണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. നമ്മൾ വെക്കുന്ന നമ്മളെ സ്റ്റീമറിൻ്റെ പ്ലേറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് എത്ര വലിയ ഉരുളാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെത് ഒരു മീഡിയം സൈസുള്ള ഒരു പ്ലേറ്റാണ്. ആ ഒരു പ്ലേറ്റിൻ്റെ വീതിക്കാണ് ഞാനിപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അതാ ഈസി ആണല്ലോ, നമുക്ക് മാവ് എടുക്കുക, കൈ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് ഈ ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു പ്ലേറ്റ് നിറയണ വരെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ. എത്ര ഈസിയാണല്ലേ. നമുക്ക് പൊടി വാട്ടി കുഴക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട. സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി ഈ ഒരു പൊടി. എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് വലിയ വലിയ ഉരുളെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ, ഈസിയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ ഉരുള ഞാനിങ്ങനെ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി നൈസായിട്ട് ഉരുട്ടങ്ങനെ അങ്ങ് ചെയ്യുക. അപ്പോൾ അധികം നൈസൊന്നും വേണ്ടിയില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തന്നെ മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ആ ഒരു പ്ലേറ്റ് നിറച്ച് ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ കത്തിച്ച് കൊടുക്കുക. തിള വന്നു കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കണം. ഇപ്പോൾ അതാ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയാണ് സ്റ്റീമിംഗ് ടൈം. ചൂടോടുകൂടി നിങ്ങൾ തുടരുത്. ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അടർത്തി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് തേങ്ങ ആണ് വേണ്ടത്. അപ്പോൾ തേങ്ങ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകണ വരെയാണ് വറുത്തെടുക്കേണ്ടത് കേട്ടോ. അത് കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം, എന്നാലാണ് ഒരേപോലെ നല്ലൊരു കളറിലേക്ക് മാറി വരിക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു കളറിലാണ് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്കാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളർ ആയതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനിയിപ്പോൾ ആ സെയിം പാൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 2 സ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2, 3 മിനിറ്റൊക്കെ ഞാനിത് ഫ്രൈ ആക്കുന്നുള്ളൂ. നിങ്ങൾക്കിത് എത്ര ഫ്രൈ ചെയ്യണം എന്നുള്ളത് അതും നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ടിയില്ല. ഒരു 2 മിനിറ്റ് ഒന്നിങ്ങനെ വാട്ടിയെടുത്താൽ മതി. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രോൺസ് നമ്മൾ മറ്റേ മസാലയിലേക്ക് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കോരി മാറ്റുകയാണ്.
അപ്പോൾ ഇത്രയും ആക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മറ്റേത് നമ്മൾ ഒരുപാട് നേരം ഇട്ടിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിന്നണ സമയത്ത് ഒരു ച്യൂവായിട്ടല്ല, എന്താ പറയുക, ഒരു ചേരി പോലെ ഒരു ഇതായിട്ടുണ്ടാവും. എന്നാലാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ മൊത്തം നഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലെടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 2 മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞതും ഒരു 2, 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ആ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകണ വരെ നന്നായിട്ടൊന്ന് വാട്ടണം. അപ്പോൾ ഇതിലിപ്പോൾ വെളിച്ചെണ്ണ തീരെ കുറവാണ്. അപ്പോൾ ഞാനത് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഞാൻ വേഗം വാടി കിട്ടാൻ വേണ്ടി ഇതാ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉള്ളിക്ക് വേണ്ടി ഉപ്പങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് വഴറ്റി ഇതിൻ്റെ കളർ മാറിപ്പോവരുത്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്രഷ് ചെയ്യേണ്ടത്. അരഞ്ഞു പോവരുത്. ഈ ഒരു രീതിയിൽ തന്നെ കിട്ടണം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ. അതിന് ശേഷം ഒരു വലിയ സൈസുള്ള തക്കാളി മുറിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണ വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വാടി കുഴഞ്ഞ് വരണം കേട്ടോ. നിങ്ങൾക്ക് അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കുക. ഇനിയിപ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു മാഷായിട്ട് വന്ന ഈ ഒരു രീതിയിലായി കിട്ടണം. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ 1-2 ടീസ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയിൽ പൊടികളുള്ളൂ. ഒരുപാട് മസാലകളൊന്നും ഇല്ല ഈ ഒരു ഇതിൽ. എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ പൊടികളൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ക്രഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അത് വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകരുത്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തേങ്ങ ഇങ്ങനെ ക്രഷ് ചെയ്തിടുന്ന സമയത്ത് നമുക്ക് തിന്നുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വറുത്ത തേങ്ങയാണ്. അതിൻ്റെ കൂടെ തന്നെ പെരുംജീരകവും കുരുമുളകും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോൾ അതിലേക്കാണ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇനിയിപ്പോൾ പാല് പിരിഞ്ഞു പോകുമെന്നൊന്നും പേടിക്കൊന്നും വേണ്ട. ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കട്ടിയാണുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ഗ്രേവി വേണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പും കൂടെ വെള്ളം ആ ഒരു ഗ്ലാസ് ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരയല്ല, ഏകദേശം ഒരു 3/4 കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് എന്താ പറയുക, തിളച്ച് 2-3 മിനിറ്റ് നേരം തിളക്കട്ടെ കേട്ടോ. അപ്പോഴാണ് സെറ്റായി വരിക. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു ഇതില്ല, നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചാൽ അതിവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചത് ഇപ്പോൾ തണിഞ്ഞതിന് ശേഷം ഞാനതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചൂടാറിയതിൻ്റെ ശേഷമാണ് നമ്മളിത് പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കുക. അന്ന് എടുക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കുഞ്ഞിപ്പത്തിരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറച്ചിപ്പിടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പിടി ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, ഉരുട്ടാൻ ആളില്ല, ഒറ്റക്ക് തന്നെ ഒരുപാട് നേരം ഇരുന്ന് ഉരുട്ടണം എന്നുള്ള ആ ഒരു പ്രയാസമില്ല കേട്ടോ. ഇതിന് എന്താ സുഖം എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാം. ഒന്നുകിൽ ഇതാ കുഞ്ഞിപ്പത്തിരിൻ്റെ ഷേപ്പിൽ അങ്ങനെ മുറിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിൻ്റെ ഷേപ്പിൽ നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു പിടിൻ്റെ ഷേപ്പിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം വേറൊരു പിടിൻ്റെ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്യണത്. ഇപ്പോൾ ഞാൻ 2 കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കാം, റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലേശം ഒരു വീതിയിൽ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് മുഴുവനൊന്ന് കട്ട് ചെയ്യട്ടെ. അതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏത് ഷേപ്പിലാണ് ഞാൻ മുറിച്ചതെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വേറൊരു ചെമ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. നമുക്കിതൊരു പിടി പോലെ തോന്നണം, നല്ലൊരു ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ അത് മൊത്തത്തിൽ ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നല്ലൊരു ഗ്രേവി ഉള്ള ഒരു കറിയാണിത്. ആ ഒരു തേങ്ങാപ്പാലിലാണ് നമുക്കിനി ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്രേവിയൊക്കെ ഒരു 3/4 ഭാഗത്തോളം വറ്റുന്ന വരെ നമുക്ക് ഇതിനകത്തിട്ട് തിളപ്പിച്ചെടുക്കണം. ആ 3/4 ഭാഗം വറ്റുകയെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ഒക്കെ മതി കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ഇതിലുള്ള ആ ഒരു എക്സ്ട്രാ ഉള്ള വെള്ളം മൊത്തം, ആ ഒരു പാലിനെ മൊത്തം നമ്മളെ ഈ ഒരു പിടി വലിച്ചെടുക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, വളരെ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് പിടിയായിട്ടും പിടിൻ്റെ ടേസ്റ്റും അല്ല വരിക, അതുപോലെ തന്നെ നമ്മളൊരു കക്കറോട്ടി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റും ഒന്നും അല്ല കേട്ടോ. അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഞാൻ മൂടി വെക്കുകയാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗത്തോളം വറ്റി. ഇനിയിപ്പോൾ ചൂടാറിയതിന് ശേഷം ഒന്ന് അധികം ചൂടാറിയിട്ടില്ല, എന്നാലും ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇല്ല, നമുക്ക് എക്സ്ട്രാ ഗ്രേവി ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഒരു എന്താ പറയുക, ഒന്ന് കുഴഞ്ഞും കൊണ്ടാണ് എന്നാണ് ഉണ്ടാവുകയും ചെയ്യുക. നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. ഒരു കംപ്ലീറ്റ് മീൽ തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കാനാണെങ്കിൽ ഈസിയാണ് അല്ലേ, ഒരു പ്രയാസവും ഇല്ല. ഞങ്ങൾ കണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള ഒരു 10-25 മിനിറ്റ് നേരം വേണം എന്ന് മാത്രമേ ഇതിനുള്ളൂ. വേറെ ഒന്നിനൊരു പ്രയാസവും ഇല്ല. സമയം ഒന്നും എക്സ്ട്രാ എടുക്കണ ഒരു പണിയേ അല്ല.
അപ്പോൾ ഞാനൊരു വിളമ്പുന്ന പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു പ്ലേറ്റിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം ഗാർണിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എന്നാലും സെൻറ്ററിൽ ഞാൻ ചെറുതായിട്ടൊരു മല്ലിച്ചപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ഡെക്കറേഷൻ. നല്ല അടിപൊളിയാണ്, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഈ കാണാനുള്ള ഭംഗിനെക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുക അതിനെക്കാട്ടിലും അതിൻ്റെ ഡബിൾ ഇതാണ്. അപ്പോൾ കാണാനും ഭംഗിയാണ്, തിന്നാനും ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇതിന് ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി അല്ല എന്ന് പറയാൻ ഇതിലൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.